ആൾക്കാർ അവിടെ നാളെ കെട്ടിയത്. പക്ഷേ കാര്യമുണ്ട്, അന്ന് ഈ ഏരിയ ഇല്ലേ, ഇപ്പം ഈ കാണുന്ന ഒരു ഏരിയ ഈ ചെറിയുള്ളൊരു സൂര്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സൂര്യൻ വരുമ്പോഴാണ് താമര വിരിയുന്നത്. ഇത് രാത്രിയിലാണ്, ചന്ദ്രനുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. വെള്ളയാമ്പൽ പക്ഷേ രാവിലെ തന്നെയാണ്, രാവിലെ എൻ്റെ വീട്ടിൽ ആമ്പലുണ്ട്, പക്ഷെ അത് ഒരു ഉച്ചയ്ക്ക് നിൽക്കുന്ന കാണാം. രാവിലെ വിരിഞ്ഞിട്ട് രാവിലെ നല്ല വെയിലാകുമ്പോൾ അടയുന്നതാണ് വെള്ളയാമ്പൽ. ഇതും ഇത് പറിക്കാമെന്നുള്ളൊരു മൈൻഡ് വരുന്നവരും വന്ന് പറിക്കുന്നുണ്ട്. ഒന്നരണ്ട പൂക്കണേ വലിയ വിഷയമല്ല. ഇവിടെ ഇന്നും എല്ലാ ദിവസവും പുതിയ പുതിയ പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപാട് പൂക്കളോട് ഉണ്ട് തന്നല്ലേ. എന്നും പുതിയ പൂക്കൾ മുട്ടുകാട് കണ്ടില്ല, ആ വിരിഞ്ഞ് നിൽക്കുന്ന പൂവല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ പൂക്കൾ കണ്ടില്ല. അതൊക്കെ നാളെ എല്ലാം എന്നും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് പറിച്ചുകൊണ്ട് അവിടെ നാളെ പൂ ഉണ്ടാകത്തില്ലെന്നല്ല, അവിടെ പുതിയ പൂക്കൾ എന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ വീണ്ടും ഫില്ലാകുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ സമയം എന്ന് പറയുന്നത് ഒരു ചെടി ഒരു മീഡിയം സൈസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ കാണുന്ന ചെടിയിൽ ഒരു മീഡിയം സൈസാണ്. അത് അതിൻ്റെ ഒരു മെച്ചൂറായിട്ടുള്ള പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അതെത്തുന്ന സമയം ഇപ്പോൾ ഒരു ചെടിയിൽ ഒരു പൂ 2 പൂ വെച്ചിട്ടുള്ളൂ. അതൊരു ഒരു സെപ്റ്റംബർ ഓണത്തിന് മുന്നായിട്ട് ഒരു 5 പൂ 6 പൂവെങ്കിലും ആകും, അത്രയാണ്. അപ്പം ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന മുൻകാല ഫോട്ടോസ് എല്ലാം ഉള്ളത് ആ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഈ പാടത്ത് ഇത്തവണ നേരത്തെ തുടങ്ങി ജൂലൈ മാസം ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഇവിടെ നേരത്തെ കൃഷി കഴിഞ്ഞ് നേരത്തെ വെള്ളം കിട്ടിയത് കൊണ്ട് നേരത്തെ തന്നെ ചെടികളുണ്ടായി, അതിലെല്ലാം പൂവായി. അതുകൊണ്ട് ഇപ്പോൾ ഇത്തവണ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കണക്കുമ്പോൾ ഒരു 4 മാസത്തെ ഏകദേശം ഇവിടെ തന്നെ. അല്ല, പൂ എടുക്കാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി. വരുന്നവർക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ടൈം നമ്മൾ ടൈം ശരിയല്ലെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം രാവിലെ ഒരു 6:30, 7:30, 8 മണിക്കുള്ളിൽ ഇവിടെ വന്ന് വരുന്നവർ ഒരിക്കലും നഷ്ടമായെന്നുള്ളൊരു ചിന്ത, വന്നതും കാശ് മുടക്കിയത് നഷ്ടമാണെന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരത്തില്ല. വരച്ചാൽ അത്രയും കാഴ്ചയുണ്ട്. ഈ ഒരു സെറ്റപ്പ് തന്നെ നല്ല കാഴ്ച ഉണ്ടെങ്കിൽ അത്ര ഭംഗിയുണ്ട്. കാരണം വരുന്നവരെ നമുക്കിപ്പം അങ്ങ് വരെ പോകുന്നതിന് ആ 2 കിലോമീറ്ററോളം ദൂരം പോകുന്നതിന് 1000 രൂപ ഒരു വള്ളത്തിന്. അതിപ്പോൾ 2 പേരാണെങ്കിലും 10 പേരാണെങ്കിലും 15 പേരാണെങ്കിലും 1000 രൂപ. ഇതിലിപ്പോൾ നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്? ഇതിൽ കപ്പാസിറ്റി എത്രയാണ്? ഇതിൽ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ 6, 7, 8 കയറും ഇതിൽ. പക്ഷെ നമ്മൾ ഇപ്പോൾ വരുന്ന പരിചയമില്ലാത്ത ഗസ്റ്റ് ആയതുകൊണ്ട് ഒരു 4 പേര് അല്ലെങ്കിൽ 3 പേര്. മനസ്സിലായി. അറിയാവുന്ന ആൾക്കാരും അവർക്ക് നീന്തൽ അറിയാമെങ്കിൽ പ്രശ്നമില്ല. 8 പേര് കയറിയാലും ഏറ്റവും കൂടുതലും വെയിറ്റ് കയറുന്നു. ഇത് അത്രയും ബാലൻസ്ഡ് ആയിട്ട് കിടക്കത്തുള്ളൂ. അത് തന്നെ. സപ്പോസ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. ഇല്ല, അല്ല. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ റിസ്ക് ഇല്ല, വെള്ളം തീരെ കുറവ്. അങ്ങോട്ടാ ഇപ്പോൾ ഇല്ല, അവിടെ ഇല്ല, അവിടെ അരയ്ക്ക് താഴെ വെള്ളമുള്ളൂ. പിന്നെ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ് 2 ആൾ പൊക്കം വെള്ളം ഉണ്ടെന്ന്. എവിടെ? അങ്ങോട്ടൊക്കെ അവിടെ ഉണ്ടല്ലേ? ആ പാടത്തുണ്ട്. ആ പാടം എന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും താഴ്ചപ്പാടം തന്നല്ലേ. പുള്ളി പറഞ്ഞ് 2 ആൾ പൊക്കം ഇവിടെ കുറവാണ്, അങ്ങോട്ട് ഒരാൾ 1.5 അത്രേ ഉള്ളൂ. 2 ആൾ പൊക്കം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞ പുള്ളി. അവിടെ ഇല്ല, ഇവിടെ അത്ര ആളില്ല. ഇവിടെ തന്നെ ഭയങ്കര പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയൊരു വീഡിയോ വന്നിട്ട് തന്നെ എടുക്കാൻ, അതാണ് എടുത്തത്. നിങ്ങൾ എന്തായാലും ഒരു സെപ്റ്റംബർ മാസം എന്തായാലും ഉണ്ടാവും വരെ. സെപ്റ്റംബർ അല്ലേ? ഒരു ഓഗസ്റ്റ് ഓണം വരെ കാണുമല്ലേ? എൻ്റെ നമ്പർ വരാം, വിളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് പോയി ഒരു വ്ളോഗിന് വേണ്ടി തന്നെ പോകും. ഓക്കെ. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, കാര്യം നമുക്ക് സാധനമൊന്നുമില്ല. പിന്നെ ചെറിയ ഷോട്ട് എങ്ങനെ എടുക്കാൻ എടുത്തത് ശോകാവസ്ഥയിലെ. അല്ല, നല്ലൊരു വീഡിയോ ചെയ്യാം. നല്ലൊരു വീഡിയോ ചെയ്യാം. അല്ല, ഇന്നത്തെ അന്ന് അത് ചെയ്യാം. ഞാനത് ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷെ ക്യാമറ പെട്ടെന്ന് ക്ലാഷ് ആയത്. എന്താ അറിയത്തില്ല. അവരൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നേ. ഇപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെയാണ് ഇറങ്ങി തോന്നുന്നത് കേട്ടോ, മിക്കവാറും ആ വശത്താണ് ഇറങ്ങി തോന്നുന്നത്. ഇവിടെ വന്നിട്ടില്ല. അല്ല, അവർ സീസൺ ടൈമിലല്ല വന്നത്. വരുന്നവരോടൊക്കെ നമ്മുടെ ഈ സ്ഥലം ഇങ്ങനെയാണ്. ഈ ഗുരുമന്ദിരം പറയണം, മല്ലരിക്ക റോഡിൻ്റെ അവസാനം ഒരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്നാണ് സ്പോട്ട് ആരംഭിക്കുന്നത്. വോയിസ് കൊടുക്കാൻ പറയാം. ഇതാണ് കറക്റ്റ് സ്പോട്ടല്ലേ? ഗുരുമന്ദിരമുണ്ട്. ഓ